ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തുറമാങ്ങയാണ് തയ്യാറാക്കുന്നത്. തുറമാങ്ങ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിലായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ്. നല്ലതുപോലെ തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം. എന്നിട്ട് തിളച്ച വെള്ളത്തിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങയുടെ പച്ച നിറം മാറുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇതിലേക്കിട്ട് നല്ല മാങ്ങയിൽ പിടിക്കത്തക്ക വിധത്തിലുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ പച്ച നിറമെല്ലാം പോയി ഒരു ഇളം മഞ്ഞ നിറത്തിലായി കിട്ടും. ഇപ്പം നിറം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചൊന്നും വെക്കണ്ട, ഇതുപോലെ തന്നെ വെന്തുകൊള്ളും. മാങ്ങയുടെ തൊലിയെല്ലാം വെന്തിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടുമ്പോഴത്തേക്ക് തീ ഓഫാക്കാം. ഇപ്പോൾ എല്ലാ മാങ്ങയും മഞ്ഞ നിറമായിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫാക്കാം. തീ ഓഫാക്കിയതിന് ശേഷം താഴോട്ട് ഇറക്കി വയ്ക്കാം. അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചതിന് ശേഷം മാങ്ങ കോരി മാറ്റണം. ഒരു കണ്ണാപ്പയുള്ള പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എല്ലാ മാങ്ങയും മാറ്റിയതിന് ശേഷം തണുക്കാൻ വയ്ക്കണം. വെള്ളത്തിൽ നിന്ന് അപ്പോഴേ തന്നെ മാറ്റണം. നിറം പോയ ഉടനെ മാറ്റണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങ പീസുകളായി കണ്ടിച്ചെടുക്കണം. 3 ഭാഗങ്ങളായിട്ടാണ് കണ്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ ഒരേ പിളർപ്പായിട്ട് പിളർന്നെടുക്കുകയാണ് ചെയ്യുന്നത്. ഉണക്കിയെടുക്കുന്ന പരുവത്തിന് നിരത്തി വയ്ക്കണം. ബാക്കിയുള്ള മാങ്ങയും കൂടെ ഇതുപോലെ മുറിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാ മാങ്ങയും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ മാങ്ങ ഒരു പാത്രത്തിലോട്ട് നിരത്തി വയ്ക്കാം. പാത്രത്തിലോ തുണിയിലോ അല്ലെങ്കിൽ മുറത്തിലോ എങ്ങനെയായാലും ഇതുപോലെ നിരത്തി വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഒരു ദിവസം ഉണങ്ങിയാൽ പോരാ, 2 ദിവസം തന്നെ ഇത് ഉണക്കി നല്ല ഇതുപോലെ ഉണക്കിയെടുക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ആക്കിയെടുക്കണം. ഇത് കുറേ നാൾ ഇതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ലതുപോലെ ഉണക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കടുക്, 1 ടേബിൾ സ്പൂൺ കടുകും 1 ടേബിൾ സ്പൂൺ ഉലുവയും ഇട്ട് 1 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പെരുംജീരകം, ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വറുത്തെടുക്കാൻ. ഇനി ഒരു കറിവേപ്പില കഴുകി ഉണക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉണക്കി തുടച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒട്ടും ഈർപ്പം കാണരുത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല മുരിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ വറുത്തിട്ടുണ്ട്. ഇനി തീ ഓഫാക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നല്ല മഷി പോലെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടിയിലായിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ചെറിയ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഒന്ന് ചൂടാക്കിയെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചൂടാക്കിയെടുക്കണം.
ഇപ്പോൾ ഇത് വറുത്ത് കഴിഞ്ഞു. ഇനി തീ ഓഫാക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. പെട്ടെന്ന് തന്നെ മാറ്റണം, കരിയാതെ മുളക് പൊടി കരിഞ്ഞു പോകരുത്. ഇനി കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം അടുത്തൊന്ന് ചതച്ചെടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവിൽ മതിയാകും. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി 1 ടേബിൾ സ്പൂൺ മാത്രം എടുത്താൽ മതി. നല്ലതുപോലെ ചതച്ച് വെച്ചതിന് ശേഷം ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇട്ട് നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ മൊരിച്ചെടുക്കണം. കരിഞ്ഞു പോവാതെ തന്നെ മൊരിച്ചെടുക്കണം. ഇത് ടേസ്റ്റ് കൂടുന്നതിന് വേണ്ടിയിട്ടാണ്. കൂടുതൽ മാങ്ങ ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് മാങ്ങ ഉള്ളെങ്കിൽ ഇതുപോലെ നമുക്ക് താളിച്ച് ചേർക്കാം. വലിയ വലിയ കലത്തിലൊക്കെ വെക്കുന്നവരൊക്കെ സാധാ മുളക് പൊടിയും പുരട്ടി വെച്ചാൽ മതി. ഇത് 2 ആഴ്ച കഴിയുമ്പോഴേ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ചി, പച്ചമുളകൊക്കെ ചേർക്കുന്നത്. നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി തീ ഓഫാക്കാം. ഇനി അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം. തീ ഓഫാക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ആ കാശ്മീരി മുളക് പൊടിയിൽ കൂടെ ഇട്ട് കൊടുക്കാം. 2 സൈസ് മുളക് പൊടിയും കൂടെ ചേർത്ത് ചൂടാക്കിയതുണ്ടല്ലോ, അതിൽ കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഇത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ലതാണ്. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാങ്ങയിൽ 2 ഭാഗത്തായിട്ട് പുരട്ടി കൊടുക്കണം. നല്ലതുപോലെ കൈകൊണ്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ എല്ലാത്തിലും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ചൂട് കൊള്ളിപ്പിച്ചിട്ട് വേണം കലത്തിലാക്കാൻ. ഞാൻ എല്ലാത്തിലും അരപ്പ് പുരട്ടിയതിന് ശേഷം വെയിലത്തോട്ട് ചെറുതായിട്ട് ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട്. രാവിലെ തൊട്ട് ഉച്ച വരെ വെച്ചാൽ മതി. എന്നാലും 2 ഭാഗം ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കണം. ഒരു ഭാഗം ചൂടായതിന് ശേഷം മറ്റേ ഭാഗം ഒന്ന് ചൂടാക്കി വേണം കലത്തിലാക്കാൻ. ഇനിയിപ്പോൾ ഇത് വെയിലത്ത് കൊണ്ട് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഒന്ന് വിതറി കൊടുക്കണം. അതിനുശേഷം വെയിലത്ത് വയ്ക്കാം. അപ്പം 2 ഭാഗവും വെയിൽ കൊണ്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചട്ടിക്കലത്തിലാക്കാം. ഇവിടെ ഒരു ചട്ടിക്കലമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു പേപ്പറും റബ്ബറും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മാങ്ങ അടുക്കി അടുക്കിയാണ് വെക്കേണ്ടത്. 2 ഭാഗവും ചേർത്ത് വേണം. അരപ്പ് ഉള്ള ഭാഗങ്ങൾ 3 കൂടെ ഒരേ മാങ്ങയായിട്ട് അടുക്കി ഇങ്ങനെ വെക്കണം. എല്ലാ ഭാഗവും ഇതുപോലെ ചേർത്ത് ഒട്ടിച്ചൊട്ടിച്ച് വെക്കേണ്ടതാണ്. എത്ര മാങ്ങ ഉണ്ടെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ബാക്കി അരപ്പും കൂടെ ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ചെറുതായിട്ടൊന്ന് വിതറി കൊടുക്കാം. അര സ്പൂൺ മതിയാകും. ഇത്ര ഇട്ടാൽ മതി. ഇനി ഇത് പാത്രം വെച്ചടയ്ക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് പേപ്പർ വെച്ചടയ്ക്കാം. പാക്കിയും പാറ്റയും പ്രാണികളും ഒന്നും കയറാതിരിക്കാൻ വേണ്ടി പേപ്പർ ഇങ്ങനെ വെച്ചിട്ട്, അല്ലെങ്കിൽ തുണിയായാലും മതി. തുണി വെച്ചിട്ട് ഇതുപോലെ കയർ കൊണ്ട് കെട്ടിക്കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ റബ്ബറാണ്, പേപ്പർ വെച്ചിട്ട് റബ്ബറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ. ഇവിടെ ഇപ്പോൾ തുറമാങ്ങ തയ്യാറായി കഴിഞ്ഞു. എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.